അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اجعل توفيق خير رفيقنا وصراط المستقيم طريقنا ووصلنا إلى خير مقاصدنا وتب علينا إنك أنت التواب الرحيم. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഏതായിരുന്നു? നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം മഗ്ഫിറത്തിൻ്റെ പത്താണ്. മഗ്ഫിറത്തിൻ്റെ പത്തിൽ പാപമോചനം തേടണം, അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയുടെ ഒന്നാം ഭാഗം, രണ്ടാം ഭാഗം, ഇൻഷാ അല്ലാഹ് മൂന്നാം ഭാഗത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒന്നാം ഭാഗത്തിൽ പറഞ്ഞു പ്രാർത്ഥന ഒഴിവാക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കൽ നിർബന്ധ. അല്ലാഹു തആലയോട് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, അതിന് ഉത്തരം ലഭിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു. അത് ഖുർആനിലുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരു വിശ്വാസിയുടെ ആയുധം പ്രാർത്ഥനയാണ്, ദുആ എന്നാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ദുആ ചെയ്തിട്ട് അവനക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ അവൻ വിഷമിക്കണ്ട, അവൻ പ്രയാസപ്പെടണ്ട. തീർച്ചയായിട്ടും അവനക്ക് എന്തു വേണം? അവൻക്കൊരു പ്രതീക്ഷ വേണം. ഇനി അവൻ നിരാശപ്പെടരുത്, ഒരിക്കലും തന്നെ അവൻ നിരാശപ്പെടരുത്. അവൻ്റെ ദുആക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നല്ലെങ്കിൽ ദുനിയാവിൽ തരും, അതല്ലെങ്കിൽ മഹ്ശറയിൽ തരും, അതല്ലെങ്കിൽ പരലോകത്ത് തരും. പക്ഷേ അവിടെയും നമുക്ക് കിട്ടില്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇനി നമുക്ക് പ്രാർത്ഥനയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രാർത്ഥിക്കുവാൻ പത്തദബുകൾ അറിയേണ്ടതാ, അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ. നമ്മൾ പറഞ്ഞില്ലേ എന്ത്? പ്രാർത്ഥിക്കുന്ന ആൾ പ്രാർത്ഥനയുടെ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം അല്ലേ? പ്രാർത്ഥിക്കുന്ന ആള് പ്രാർത്ഥനയുടെ സമയവും പ്രാർത്ഥിക്കുന്നത് പോലെ റബ്ബിനോടാണ് പറയുന്നത് എന്നുള്ളത് താഴ്മ. ഇല്ലെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കില്ല. പ്രാർത്ഥിക്കുവാൻ പത്തദബുകൾ അറിയേണ്ടതാ, അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ. പ്രാർത്ഥനക്ക് 10 അദബുകളുണ്ട്. ആ അദബുകൾ പാലിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ അതിന് ഉത്തരം കിട്ടൂ. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന തട്ടുന്നതാ. അതാ പറഞ്ഞു. അതിലൊന്ന് സമയം നോക്കണം എന്നുള്ളതാ, അറഫാ ദിനം അതിനേറ്റവും പറ്റുന്നതാ. ദുആ ചെയ്യുമ്പോൾ സമയം നോക്കണം. ഏത് സമയം, ഏത് ദിവസമാണ് എന്നുള്ളതൊന്ന് നോക്കണം. എന്നിട്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അറഫാ ദിനം അതിന് ഏറ്റവും വലിയ ഒരു ദിവസമാണ്. റംസാന്റെ ദിവസം മുഴുവനും പറ്റുന്നതാ, അതുപോലെ യൗമുൽ ജുമുഅത്തും കെങ്കേമമാ. റമളാന്റെ മുഴുവൻ ദിവസം പറ്റും. റമളാൻ ശരീഫ് റമളാൻ മാസം മുഴുവൻ ദിവസവും പറ്റും എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതേ രൂപത്തിൽ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസവും പറ്റുമെന്നാണ് മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ദുആ ചെയ്തോളി. വെള്ളിയാഴ്ച രാവാണെന്ന്, നാളെ വെള്ളിയാഴ്ചയാണ്, റമളാൻ മാസമാണ്, നല്ല സമയമാണ്. ദുആ ചെയ്തോളി. തീർച്ചയായിട്ടും അല്ലാഹു തആല സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു അംശവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. എന്നിട്ടോ
രാവിൻ്റെ മദ്യം നല്ലതാണെല്ലാ ദിനം, അതുതന്നെ മണി രണ്ടായിരുന്നാൽ ശോഭനം. നട്ടുച്ച സമയത്ത് 2 മണിക്ക് ദുആ ചെയ്യുക. റമളാൻ മാസത്തിലൊക്കെ നട്ടുച്ച സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇനിയൊരു കാര്യം പറയട്ടെ. നട്ടുച്ച സമയമിൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ഹൃദയമാകുന്ന യാസീൻ ആരെങ്കിലും ഒരാൾ ഒരു നിയ്യത്ത് ചെയ്ത് നിയ്യത്ത് കരുതി യാസീൻ ആ നിയ്യത്തിനോട് കരുതിയും കൊണ്ട് ഒരു യാസീൻ പാരായണം ചെയ്താൽ അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നിറവേറുമെന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നട്ടുച്ച സമയത്ത് ഒരാൾ ഇരുന്നിട്ട് യാസീൻ ഓതുക, ഒരു നിയ്യത്ത് കരുതിയിട്ട്. ആ നിയ്യത്ത് കരുതിയിട്ട് ഓനൊരു യാസീൻ ഓതിയിട്ടുണ്ടെങ്കിൽ ആ യാസീൻ എന്തിനാണോ ഓതിയത് അവൻ്റെ കാര്യങ്ങൾ നിറവേറും, തീർച്ചയാണ്, ഒരു സംശയവുമില്ല. ചെയ്തു. നട്ടുച്ച സമയം വലിയ മഹത്തുള്ള സമയമാണ്. നട്ടുച്ച സമയം ചില സമയങ്ങളൊക്കെ നല്ല മഹത്തുള്ള സമയങ്ങളാണ്, പക്ഷെ അറിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് രാവിൻ്റെ മദ്യം നല്ലതാണെല്ലാ ദിനം, അതുതന്നെ മണി രണ്ടായിരുന്നാൽ ശോഭനം. രണ്ടാമതായി സന്ദർഭവും നീ നോക്കണം, മഴ പെയ്തിരിക്കും സമയമിൽ ചോദിക്കണം. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബാങ്കും ഇഖാമത്തിനിടയ്ക്കും നല്ലതാ, നിസ്കാരശേഷം ഏറ്റവും ഫലമുള്ളതാ. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയമുണ്ടല്ലോ, ആ സമയം ഉപയോഗപ്പെടുത്തിക്കോ എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള വിഷയങ്ങൾ, ബാക്കിയുള്ള ഓരോ സമയങ്ങളും സന്ദർഭങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമയങ്ങൾ നോക്കിയിട്ട് നമുക്ക് അനുകൂല്യമല്ലേ എന്നുള്ളത് നോക്കിയിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞാലും ഈ സമയങ്ങളിലൊക്കെ ദുആ ചെയ്യുക. ആരും മറക്കരുത്, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.